ഓം ശാന്തി. 23/12/2023 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ സർനെയിം, അതായത് തൻ്റെ കുലനാമം സദാ ഓർമ്മയിൽ വയ്ക്കൂ. നിങ്ങളാണ് ഈശ്വരീയ സന്താനങ്ങൾ. നിങ്ങളുടേത് ഈശ്വരീയ കുലമാണ്. നിങ്ങൾ ദേവതകളെക്കാളും ഉയർന്നവരാണ്. നിങ്ങളുടെ മാനേഴ്സ്, അതായത് പെരുമാറ്റം, വളരെ റോയൽ ആയിരിക്കണം. ഉയർന്ന കുലത്തിലുള്ളവരുടെ പെരുമാറ്റം വളരെ ഉയർന്നതായിരിക്കും. കാരണം അവർക്കവരുടെ കുടുംബത്തിൻ്റെ മഹിമ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും. ബാബ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്, ഈശ്വരീയ കുലത്തിലേതാണ്. അതായത് നമ്മളുടെ അച്ഛൻ സ്വയം പരംപിത പരമാത്മാവാണ്. നമ്മൾ ഓരോരുത്തരെയും ബ്രഹ്മാവിലൂടെ ശിവഭഗവാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മൾ കുട്ടികളുടെ പെരുമാറ്റം ഏറ്റവും റോയലായിരിക്കണം. കാരണം നമ്മൾ ദേവീ ദേവതമാരെക്കാളും ഉയർന്നവരാണ്. നാം ചിത്രങ്ങളിലും അമ്പലങ്ങളിലും ദേവീ ദേവതമാരെ കണ്ടിട്ടുണ്ട്. അവരുടെ മുഖം സദാ പ്രസന്നമാണ്. അവരുടെ പെരുമാറ്റം ദിവ്യമാണ്. അവരുടെ സ്ഥിതി ശ്രേഷ്ഠമാണ്. ബാബ ഓർമ്മിപ്പിക്കുന്നു, ഈ ദേവീ ദേവതമാരെക്കാളും ഉയർന്നവരാണ് നാം ഈശ്വരീയ കുലത്തിലുള്ള ബ്രാഹ്മണാത്മാക്കൾ, ഈശ്വരീയ സന്താനങ്ങൾ. അതിനാൽ നമ്മളുടെ പെരുമാറ്റം ഏറ്റവും ഉയർന്നതായിരിക്കണം. ചോദ്യം: ബാബ നിങ്ങൾ കുട്ടികളെ തനിക്ക് സമാനം സ്നേഹസാഗരമാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് സമാനം പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ഇതിനാൽ നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങളായ ചിത്രങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നു, സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായണൻ സദാ ഹർഷിതമുഖരും രമണീകരുമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ജ്ഞാനയോഗത്തിലൂടെ വളരെ വളരെ മാധുര്യമുള്ളവരാക്കുകയാണ്. നിങ്ങളുടെ വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ തന്നെ വരണം. സ്നേഹസാഗരനായ ബാബ നമ്മൾ ഓരോ കുട്ടികളെയും തനിക്ക് സമാനം സ്നേഹസാഗരമാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഓർമ്മചിഹ്നമായി ദേവീ ദേവതകളുടെ ചിത്രങ്ങളെ എല്ലാവരും വളരെയധികം സ്നേഹിക്കുന്നു. ആ ചിത്രങ്ങൾ വയ്ക്കുന്നതിനായി വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു, അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു. വളരെ സ്നേഹത്തോടെ ആ ചിത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായണനാകട്ടെ, ഏത് ദേവി ദേവതയാകട്ടെ, സദാ ഹർഷിതമുഖരും രമണീകരും ആണ്. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും നമ്മളെ വളരെ വളരെ മാധുര്യമുള്ളവരാക്കുകയാണ്. മാധുര്യമുള്ളവർ എന്നാൽ നമ്മളുടെ മനസ്സിൽ പോലും ആരെക്കുറിച്ചും ഒരു കുറ്റവും കുറവും ഉണ്ടായിരിക്കരുത്. എല്ലാവരുടെയും കുറ്റങ്ങളെയും കുറവുകളെയും അറിഞ്ഞിട്ടും ബാബ എല്ലാവരുടെയും നന്മ മാത്രമാണ് നോക്കുന്നത്. ബാബ നമ്മൾ കുട്ടികളെയും തനിക്ക് സമാനമാക്കുകയാണ്. അതായത് നമ്മളും എല്ലാവരുടെയും നന്മയാണ് കാണേണ്ടത്, നല്ലതാണ് കാണേണ്ടത്. ഇതിലൂടെ നമ്മളുടെ വായിൽ നിന്ന് സദാ നല്ലതേ വരുള്ളൂ, ജ്ഞാനരത്നങ്ങൾ മാത്രമേ വരുള്ളൂ. ഒരിക്കലും ദുഃഖം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യില്ല. ഗീതം: അങ്ങ് സ്നേഹത്തിൻ്റെ സാഗരമാണ്, നമ്മളൊരു തുള്ളിക്കായി നിൽക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ സ്വഭാവം വളരെ മധുരവും ശാന്തചിത്തവുമാക്കണം. വളരെ കുറച്ചും എന്നാൽ രാജകീയമായും സംസാരിക്കണം. 2. ശരീരം, മനസ്സ്, ധനം കൊണ്ട് ബ്രഹ്മ ബാബയ്ക്ക് സമാനം ട്രസ്റ്റിയായി ഇരിക്കണം. ഒന്നാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ കുട്ടികളുടെ സ്വഭാവം വളരെ മധുരത നിറഞ്ഞതും ശാന്തചിത്തവും ആയിരിക്കണം. വളരെ കുറച്ച് സംസാരിക്കണം, എന്നാൽ രാജകീയമായി സംസാരിക്കണം. ലോകത്തിലുള്ളവർക്ക്
ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് അവരുടെ സംസാര രീതിയിലൂടെയാണ്. സംസാര രീതിയിൽ ചിന്താഗതി പ്രതിഫലിക്കുന്നു. അതിനാൽ നമ്മുടെ ചിന്താഗതിയെയും മനോഭാവത്തെയും ശാന്തമാക്കണം, മധുരത നിറഞ്ഞത് ആക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം ഏതുപോലെ ബ്രഹ്മബാബ ബാബയ്ക്ക് സമർപ്പിച്ചു ട്രസ്റ്റിയായി മുന്നോട്ടു പോയി, അതുപോലെ നമ്മൾ കുട്ടികളും അങ്ങനെ ചെയ്യണം. അതിലൂടെ എല്ലാ കാര്യത്തിനും ഉത്തരവാദി ബാബയാകുന്നു, നമ്മൾ നിമിത്തം മാത്രമാണ്. ഇപ്രകാരം മുന്നോട്ടു പോകുന്നതിലൂടെ നമ്മളുടെയും ഉന്നതി ഉണ്ടാകുന്നു, മറ്റുള്ളവരുടെയും ഉണ്ടാകുന്നു. വരദാനം: ജ്ഞാന യോഗത്തിൻ്റെ ശക്തിയിലൂടെ ഓരോ പരിതസ്ഥിതിയെയും സെക്കൻഡിൽ പാസ്സാകുന്ന മഹാവീരരായി ഭവിക്കട്ടെ. മഹാവീരരെന്നാൽ സദാ ലൈറ്റ് മൈറ്റ് ഹൗസ് ആണ്. ജ്ഞാനമെന്നാൽ ലൈറ്റ്, യോഗമെന്നത് മൈറ്റും. ആരാണോ ഈ രണ്ട് ശക്തികൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്നത് അവർ ഓരോ പരിസ്ഥിതിയെയും സെക്കൻഡിൽ പാസ്സാകുന്നു. സമയത്തിന് പാസ്സാകാതെയുള്ള സംസ്കാരം വരികയാണെങ്കിൽ ഫൈനലിലും ആ സംസ്കാരം ഫുൾ പാസ്സാകാൻ സമ്മതിക്കില്ല. ആര് സമയത്തിന് ഫുൾ പാസ്സാകുന്നുവോ അവരെയാണ് പറയുന്നത് പാസ് വിത്ത് ഓണർ. ധർമ്മരാജനും അവർക്ക് ഓണർ നൽകുന്നു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ആധാരത്തിൽ ഏത് പരിതസ്ഥിതിയെയും ഏത് പരീക്ഷയെയും സെക്കൻഡിൽ പാസ്സാകാൻ സാധിക്കും. എന്നാൽ സെക്കൻഡിൽ തന്നെയാണ് പാസ്സാകേണ്ടത്, 1 മണിക്കൂർ 1 മിനിറ്റ് ശേഷമല്ല. ആരാണോ ഈ സമയത്തിനനുസരിച്ച് തന്നെ പരിതസ്ഥിതികളെയും പരീക്ഷകളെയും പാസ്സാകുന്നത് അവർക്ക് സെക്കൻഡിൽ തന്നെ പാസ്സാകുന്നതിൻ്റെ സംസ്കാരമുള്ളതിനാൽ അന്തിമ പേപ്പറിലും പാസ്സാകാൻ സാധിക്കുന്നു. ഇപ്രകാരം ആര് പാസ്സാകുന്നുവോ അവരെയാണ് ബഹുമതിയോടെ പാസ്സായവർ എന്ന് പറയുന്നത്. എന്നാൽ സമയമെടുത്താണ് പാസ്സാകുന്നതെങ്കിൽ ഫൈനൽ പേപ്പറിലും സമയമെടുക്കുന്നത് കാരണം ബഹുമതിയോടെ പാസ്സാവാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. ആര് ബഹുമതിയോടെ പാസ്സാകുന്നുവോ അവരെ ധർമ്മരാജനും ബഹുമാനിക്കുന്നു. സ്ലോഗൻ: യോഗ അഗ്നിയിലൂടെ വികാരങ്ങളുടെ വിത്തിനെ ഭസ്മമാക്കൂ, എങ്കിൽ സമയത്തിന് വഞ്ചിതരാകില്ല. ഓം ശാന്തി.